കാർഷിക സമൃദ്ധിയുടെ നിറകുടമാണ് ആലപ്പുഴ കളർകോട് കാണാവള്ളി സുരേഷ് കുമാറിന്റെ ഭവനം. വീടിനു സമീപത്തെ 50 സെന്റ് സ്ഥലമാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടം. കൃഷികൾ പലതും ഇവിടെ മാറി മാറി ചെയ്യുന്നുണ്ടെങ്കിലും വാഴകൃഷിയോടാണ് സുരേഷ് കുമാറിന് ഏറെ പ്രിയം. വൈവിധ്യമാർന്നതും വ്യത്യസ്ത പുലർത്തുന്നതുമായ 22 ഇനം വാഴക്കൂട്ടങ്ങളാണ് ഇപ്പോൾ ഈ പറമ്പിലുള്ളത്. ലാറ്റിൻ അമേരിക്കയിലെ പൊപ്പൂലു ഇനം മുതൽ ആഫ്രിക്കയിലെ ബിഗാർ ബാങ്ക ഇനം വരെ ഇവിടെയുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ നാടൻ ഇനങ്ങളായ പാളയംതോടൻ, ഉദയം, കാവേരി എന്നിവ വേറെയും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വാഴകൾ തൃശ്ശിയിലെ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും തൃശൂരിലെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് സുരേഷിന്റെ ശേഖരണത്തിലെത്തുന്നത്. തമിഴ്നാട്, കേരളത്തിൽ തന്നെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തരുന്ന, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത്, പിന്നെ ലാറ്റിൻ അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, പിന്നെ തിരുച്ചിറപ്പള്ളി നമ്മൾ നേരിട്ട് നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണം വലിയ നമ്മൾ സാധാരണ പോലെ തന്നെ. പിന്നെ ആദ്യമേ ഇതിനെയൊന്നും നമ്മൾ പോകാതെ സൂക്ഷിക്കണം. പിന്നെ ഈ കുട്ടനാടിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. സുരേഷിന്റെ വാഴശേഖരണത്തിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ടവ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും കിൻഡൽ എന്ന ഏത്തവാഴ ഇനത്തിൽ നിന്നാണ് കൂടുതൽ ആദായകരം ലഭിക്കുന്നതെന്നാണ് സുരേഷിന്റെ പക്ഷം. വാഴയിലയുടെ കട്ടിയും പഴത്തിന്റെ വലിപ്പവും രൂപവും നോക്കിയാണ് ഓരോ ഇനത്തെയും വേർതിരിക്കുന്നത്. എന്നാൽ ഇവയുടെ പരിചരണത്തിന്റെ കാര്യത്തിൽ ഏക സ്വഭാവമാണ്. സാധാരണയുള്ള സംരക്ഷണമാണ് ഇവയ്ക്ക് നൽകി വരുന്നത്. ആവശ്യത്തിന് വെള്ളവും ജൈവവളവും നൽകിയുള്ള പരിചരണത്തിൽ സമ്പൂർണ്ണ ഫലം ലഭിക്കുകയും അത് ആദായകരമായി മാറുകയും ചെയ്യുന്നു. വാഴകൃഷിക്ക് പുറമെ മഞ്ഞൾ, കറിവേപ്പില, തക്കാളി, പൈനാപ്പിൾ എന്നുവേണ്ട പഴങ്ങളുടെ രാജാവായ മാങ്കോസ്റ്റിയം, വാനില തുടങ്ങിയവയും 50 സെന്റ് ഭൂമിയിൽ കാർഷിക വസന്തങ്ങൾ ഒരുക്കുന്നു. ആലപ്പുഴ സനാതന ധർമ്മ കോളേജിലെ ലാബ് തസ്തിക ഇനത്തിൽ ജോലി നോക്കുന്ന സുരേഷ് കുമാറിന് കൃഷി എന്നാൽ അനുഭവവും അനുഭൂതിയുമാണ്. കൃഷിയുടെ പാത വെട്ടിത്തെളിച്ചിട്ട് എത്ര നാളായെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ സ്വന്തം പ്രായം തന്നെയായി കാണുമെന്ന് ചെറുപുഞ്ചിരിയോട് മറുപടി നൽകും. ഒരു കാലത്തുണ്ടായിരുന്ന പിന്നെ അന്ന് കൃഷി മാത്രമല്ലേ ഉള്ളൂ ഒരു കാലത്ത് ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴല്ലേ ജോലി അതിങ്ങനെയുള്ളതൊക്കെ ആകുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു കാലത്ത് കൊയ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ ജോലിക്കും ഞാൻ പോകുമായിരുന്നു. കാർഷിക മേഖലയിലുള്ള എല്ലാ ജോലിക്കും ഞാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു താല്പര്യം കൂടെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് താല്പര്യം ഉണ്ടായത്. ഇതൊരു എൻ്റെ പ്രായം തന്നെ ഉണ്ടാകാം. ഒരു 10-40 വർഷത്തിന് മുകളിൽ ഇത് ചെയ്യുന്നുണ്ടാകും. ജോലി കഴിഞ്ഞുള്ള മുഴുവൻ സമയവും കൃഷിക്കായി സമയം ചിലവിടുന്ന സുരേഷ് കുമാറിന് സഹായമായി ഭാര്യ വത്സലകുമാരിയും ഒപ്പമുണ്ട്. അധ്വാന മികവിനാൽ മണ്ണിൽ കാർഷിക വിജയഗാഥ രചിക്കുകയാണ് കാണാവള്ളി സുരേഷും കുടുംബവും. ക്യാമറമാൻ മാർഡോണയോടൊപ്പം ആശാജി ആന്റണി, ആലപ്പി ന്യൂസ്.